ഹായ് ഫ്രണ്ട്സ്, ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുമ്പളങ്ങ വെച്ചിട്ടുള്ളൊരു മോരുകറിയാണ്. അതിനായിട്ട് ഞാൻ കുമ്പളങ്ങ എല്ലാം ചെത്തി ചട്ടിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് കീറിയിട്ടു, കരിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് ഗ്യാസിൻ്റെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് അരപ്പ് തയ്യാറാക്കണം. തേങ്ങ, മഞ്ഞൾ, ചെറിയ ജീരകം, കാന്താരി, നല്ല പഴുത്ത കാന്താരിയാണ്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് ശകലം വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് നല്ല കട്ട തൈരാണ്, നല്ല നാടൻ തൈരാട്ടോ. ഇനി നമുക്കിതൊന്ന് ഈ തൈര് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ തരിപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ നല്ലതുപോലെ മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കുമ്പളങ്ങയ്ക്ക് ഒരുവിധം വെന്ത് തുടങ്ങി. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഇനി നമുക്കിതിനകത്തേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ തൈരും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതിന് ആവശ്യത്തിനുള്ളൊരു ശകലം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണേ. ഇനി ചട്ടി അടുപ്പേ വെച്ചു. ശകലം കടുക് ഇട്ടിട്ടുണ്ട്, അതൊന്ന് താളിച്ചൊഴിക്കണം. കുറച്ച് ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതിനകത്തേക്ക് വത്തൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ശകലം കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ശകലം മുളകും പൊടി, അതൊരു വെറൈറ്റി കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിത് താളിച്ചൊഴിക്കുക അതിനകത്തേക്ക്. ഇതുണ്ട്. അപ്പോൾ നമ്മളുടെ മോരുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം.